നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായി 2 കളികൾ ജയിച്ച് അവർ വിജയപാതയിലേക്ക് തിരിച്ചെത്തി. എല്ലാം അവർ തിരിച്ച് വളരെ കൃത്യമായി ആദ്യത്തെ 2-3 കളികൾ വളരെ മോശമായി കളിച്ചതിന് ശേഷം 2 കളികൾ നന്നായി കളിച്ച് നല്ല കൺവിൻസിംഗ് ആയി വിജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മൊത്തത്തിൽ നടക്കുന്നൊരു ചർച്ച ഓപ്പണിങ്ങിനെ കുറിച്ചാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണിങ്ങിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് അക്ഷരാർത്ഥത്തിൽ ഇഴയുക എന്ന് പറഞ്ഞാൽ തീരെ ഫോമിലല്ല ഋതുരാജ്. അയാൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. സ്ട്രൈക്ക് റേറ്റ് തീരെ മോശമാണ്. ഒരു ഓപ്പണിങ്ങിൽ ആദ്യത്തെ 6 ഓവറാണ് എല്ലാ ടീമുകളും പവർ പ്ലേയിൽ അടിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർ വീക്ക് ലിങ്കായിട്ട് ഋതുരാജ് മാറുന്നത് അവിടെയാണ്. അവർക്ക് നന്നായിട്ട് ഒരു 200-ൽ മീതെ സ്ട്രൈക്ക് റേറ്റുള്ള ഒരാളെ ഓപ്പണിങ്ങിലുണ്ടെങ്കിലേ ആ നിലയിൽ പവർ പ്ലേ ഗംഭീരമായിട്ട് കളിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഋതുരാജ് നിലവിൽ ഗംഭീര കളിക്കാരനാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നിലവിൽ അയാൾ തീരെ മോശം ഫോമിലാണ്, മോശം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയം അവരുടെ 3-ാം നമ്പറിൽ ഇറങ്ങുന്ന ആയുഷ് മാത്രെ, വെറും 18 വയസ്സുള്ള ആയുഷ് മാത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. കഴിഞ്ഞ 2-3 കളികളും അതിഗംഭീരമായിട്ടാണ് മാത്രം കളിച്ചത്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ തന്നെ ഋതുരാജ് ഗെയ്ക്വാദ് വളരെ കഷ്ടപ്പെട്ട് ഔട്ടായതിനു ശേഷം വന്ന് അപ്പോഴേക്കും കുറച്ച് പന്തുകൾ കഴിഞ്ഞിരുന്നു, 2-3 ഓവർ ആയിരുന്നു പവർ പ്ലേയിൽ. എന്നിട്ടും മാത്രമേ വന്നതിന് ശേഷം മാത്രം അതിഗംഭീരമായി അടിച്ചു. അപ്പുറത്ത് നിൽക്കുന്ന സാംസണേക്കാൾ അതിവേഗം റണ്ണടിച്ചു കൂട്ടി പവർ പ്ലേയിൽ 70-ൽ കൂടുതൽ റണ്ണടിക്കുന്ന നിലയിലേക്ക് ചെന്നൈയെ കൊണ്ടെത്തിച്ചു മാത്രമേ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസണൊപ്പം ഓപ്പണിങ്ങിൽ ആയുഷ് മാത്രയല്ലേ നല്ലത്, ഋതുരാജ് ഗെയ്ക്വാദ് ഇറങ്ങുന്നതല്ലേ നല്ലത്, താഴേക്ക് ഇറങ്ങി വരുന്നതല്ലേ നല്ലത് എന്നൊരു വലിയ സംശയങ്ങൾ എല്ലാ ആരാധകർക്കുമുണ്ട്. ക്രിക്കറ്റ് വിദഗ്ധരും അതേ നിലയിൽ തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ച കളിയിലും ആയുഷ് മാത്രേ മൂന്നാമത് ഇറങ്ങിയ ആയുഷ് മാത്രയുമായി ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള റാപ്പോർട്ടും വളരെ നല്ലതാണ്. നല്ല ഒരു ടീമായി നല്ലൊരു കോമ്പിനേഷനായിട്ട് ആയുഷ് മാത്രയും സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട് ഈ IPL സീസണിൽ. ഇപ്പോൾ CSK പതുക്കെ 2 കളികൾ ജയിച്ച് വിജയപാതയിൽ തിരിച്ചെത്തിയ ഈ സാഹചര്യത്തിൽ അതിനെ കൂടുതൽ ആ ബേസ് അടിത്തറയെ കൂടുതൽ ശക്തമാക്കാൻ സഞ്ജു സാംസൻ്റെ ഒപ്പം തീർച്ചയായിട്ടും ആയുഷ് മാത്രേ ഓപ്പണിങ്ങിൽ വരുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ചെന്നൈക്ക്, അതിൽ സംശയം വേണ്ട. ആയുഷ് മാത്രയും സഞ്ജു സാംസൺ നിലവിൽ ഫോമിലാണ്. ഒരു സെഞ്ചുറി അടിച്ചു, ഇന്നലെ 48 റൺ അടിച്ചു. ഇന്നലെ ആദ്യത്തെ 3 പന്തും വൈഭവ് അറോറയുടെ ആദ്യത്തെ 3 പന്തും ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് 4 അടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ തുടങ്ങിയത്. നല്ല തുടക്കമാണ് ചെന്നൈക്ക് സഞ്ജു കൊടുത്തത്. ഒപ്പം ഋതുരാജ് പോയതിനു ശേഷം ആയുഷ് മാത്രയും കൂടി വന്ന് ആയുഷ് മാത്രയും സഞ്ജുവും കൂടി നല്ല നിലയിൽ പവർ പ്ലേ അടിച്ച് കളിച്ച് തീർത്തു. അത് തീർച്ചയായിട്ടും ഇന്നലത്തെ കളിയിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മാത്രമേ വന്നിട്ട് സഞ്ജു സാംസണൊപ്പം അടിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ അതിവേഗം 38 റൺ അടിച്ചു മാത്രമേ. അപ്പം ഓപ്പണിങ്ങിൽ മാത്രം വരികയാണെങ്കിൽ സഞ്ജുവിൻ്റെ ഒപ്പം ഈ 6 ഓവർ വളരെ അധികം ഗുണം ചെയ്യും. CSKക്ക് വളരെ കൂടുതൽ റണ്ണുകൾ അടിച്ചു കൂട്ടാൻ പറ്റും. അത് അന്തിമ വിശകലനത്തിൽ ഏത് കളിയിലും ഗുണം ചെയ്യും, ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ആ നിലയിൽ സഞ്ജു സാംസണൊപ്പം ആയുഷ് മാത്രമേ ഇറങ്ങുന്നതാണ് നല്ലത്. ആ നിലയിൽ ചെന്നൈ തിങ്ക് ടാങ്കുകൾ, ചെന്നൈയുടെ ചിന്ത ആ വഴിക്ക് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം. ആ വഴിക്ക് പോകുന്നതാണ് ചെന്നൈക്ക് നല്ലത്. സഞ്ജുവിനൊപ്പം ആയുഷ് മാത്രമേ ഓപ്പണിങ്ങിൽ ഇറങ്ങുകയും ഋതുരാജ് ഗെയ്ക്വാദ് സ്വയം പിറകിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നതാണ് ടീമിനെ സംബന്ധിച്ചും നല്ലത്.